ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ യാത്ര എത്തിച്ചേർന്നിരിക്കുന്നത് കണ്ണൂർക്കാരുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള MVR സ്നേക് പാർക്കിലോട്ടാണ്. പെർ ഹെഡ് എൻട്രി എന്ന് പറയുമ്പോൾ 12 വയസ്സ് മുകളിലാണെങ്കിൽ 50 രൂപയായിട്ട് വരുന്നത്. എന്ന് പറയുന്നത് റെപ്റ്റൈൽസിന്റെ സെക്ഷനാണ്. അതായത് കൂടുതലും പാമ്പുകളാണ്, ഇഷ്ടം പോലെ മലമ്പാമ്പുണ്ട് കേട്ടോ. ആദ്യം കാണാൻ നേരത്ത് കുറേ ചെറിയ മലമ്പാമ്പിനെ കാണും. അപ്പോൾ നമ്മൾ ഓർക്കും ഇത്ര ഉള്ള, പിന്നെ കുറച്ചും കൂടെ മാറിയിട്ട് മലമ്പാമ്പിൻ്റെ ഒരു സെക്ഷൻ വരുന്നുണ്ട്. പിന്നെ നല്ല 10-15 അടിയുള്ള ഇഷ്ടം പോലെ ജിമിട്ടൻ സൈസുള്ള മലമ്പാമ്പാണുള്ളത്. മലമ്പാമ്പിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇന്ത്യൻ റോക്ക് പൈത്തൺ എന്നാണ് കേട്ടോ അതിനെ വിളിക്കുന്നത്. നല്ല ജിമിട്ടൻ സൈസുള്ളതൊക്കെ ഉണ്ട്, കുറേ ഉണ്ട്. ഇവന്മാർക്ക് ഇത് മാത്രം എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയത്തില്ല. ഇത് കൂടാണ്ട് അകത്ത് വേറെ സെക്ഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ 10-30 ഇരട്ടി മൂർക്കം പാമ്പാണ് അകത്ത് കിടക്കുന്നത്. അതിനൊക്കെ കാണിച്ചു തരാം. ഇന്ത്യയിൽ നേറ്റീവ് ആയിട്ടുള്ള സ്പീഷീസിൽ പെടുന്ന പാമ്പുകളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും ലാർജസ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റോക്ക് പൈത്തൺ ആണ് കേട്ടോ. പിന്നെ ലോങ്ങസ്റ്റ് ആണ് കിങ് കോബ്ര എന്ന് പറയുന്നത്. നല്ല ജിമിട്ടൻ സൈസുള്ളൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ സംഭവം നോൺ വെനമസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാൻ നോക്കുന്നു. ഇതെന്തോ തീറ്റ കൊടുത്തിട്ട് കിടക്കുകയാണ്, വയറ് വീർത്ത് ഇങ്ങനെ സ്റ്റക്കായി കിടപ്പുണ്ട്. അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൂർക്കൻ ടീമൊക്കെയാണ് കേട്ടോ ഉള്ളത്. പത്തി അടിച്ച് പരത്തിയ പോലെ ഒരു മൂർക്കൻ ആദ്യമേ തന്നെ കണ്ടായിരുന്നു. പിന്നെ പത്തി വിടർത്തി ഒരു മൂർക്കനെ കണ്ടായിരുന്നു. ഇതിനെ ഇന്ത്യൻ കോബ്ര എന്ന് പറയും, അല്ലെങ്കിൽ സ്പെക്ടക്കിൾ കോബ്ര എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അടുത്ത സെക്ഷനിൽ എന്ന് പറയുമ്പോൾ അണലി ഉണ്ടായിരുന്നു. അണലി പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ മഞ്ഞച്ചേരാനായിട്ട് അതിനൊക്കെ ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് കാട്ടുപാമ്പെന്നൊക്കെ പറയും. ഇത് മോളിൽ നിന്ന് നിരത്തി വീണാന്ന് തോന്നുന്നു. ഇങ്ങനെ കമന്നായിരുന്നു കിടന്നിരുന്നത്. പിന്നെ ചില പാമ്പുകൾ ഇപ്പോൾ പ്രെഡേറ്റർ വരാൻ നേരത്തെ ഇങ്ങനെ ചത്ത പോലെ മരഞ്ഞ് കിടക്കാറുണ്ട്. ഇത് അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് വലിയ പിടിയില്ല. പിന്നെ ഇഗ്വാനൊക്കെ ഉണ്ടായിരുന്നു. മെജോറിറ്റിയും പച്ച കളറിൽ ഇഗ്വാന ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നമ്മുടെ കണ്ണൂർ പെറ്റ് സ്റ്റേഷനിലൊക്കെ ഉള്ളതിനേക്കാളും കൂടുതൽ ഇഗ്വാനകൾ ഇവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു. അവത്തി നല്ല അഡൾട്ട് വലിയ സൈസ് ഉള്ളത്. ഇതൊക്കെ അത്യാവശ്യം മീഡിയം സൈസായിരുന്നു. അടുത്ത സെക്ഷൻ എന്ന് പറയുന്ന നേരത്തെ മുതലായിരുന്നു കേട്ടോ. മഗ്ഗർ അല്ലെങ്കിൽ മാർഷ് ക്രോക്കോഡൈൽ എന്നൊക്കെ പറയും. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 10-15ഓളം മുതലുകളുണ്ടായിരുന്നു. തൃശ്ശൂർ സൂയി പോലെ ഇത്രയും ഇല്ല. പക്ഷേ അവിടെയുള്ള മുതല ഇതിന് ഡബിൾ സൈസ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു മറ്റേ എന്തായിരുന്നു ഗറിയൽ എന്നറിയപ്പെടത്തില്ലേ, ചുണ്ടിങ്ങനെ കൂർത്തിരിക്കുന്ന ടൈപ്പ് മുതലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് അല്ലാത്തത്. ഇവിടുത്തെ സൂവിനോട് ഒന്നും കൂടെ റെസ്പെക്ട് തോന്നിയത് ഈ ഒരു കാഴ്ച കണ്ടതാണ്. ദ ക്രൊക്കോഡൈൽ ഹണ്ടർ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്റ്റീഫൻ റോബർട്ട് ഇർവിൻ്റെ ഒരു പ്രതിമ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ട് ആനിമൽ പ്ലാന്റ് ഒക്കെ കണ്ടിരുന്നവർക്ക് അറിയാൻ പറ്റും. ഹീസ് എ ലെജൻഡ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഹെലികോപ്റ്റർ അവിടെ ഉണ്ടായിരുന്നു, പിള്ളേർക്ക് കയറാൻ പറ്റുന്നത്. അതിൽ കയറി അവരാത്തും തുടങ്ങി കേട്ടോ. അതിൻ്റെ അകത്തിരുന്ന പുറത്തുള്ള എല്ലാവരും കാണാം, പുറത്തിരുന്ന അകത്തിരിക്കുന്നവരെ കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഗാലറി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗാലറി ഇരുന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന പറയുമ്പോൾ നമ്മുടെ ശംഖ് വരാൻ കോമൺ ക്രേറ്റ് അതിനെ കൂട്ടിലിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ അണലി ഉണ്ടായിരുന്നു കേട്ടോ. റിസർച്ച് സൈപ്പർ എന്നൊക്കെ പറയും. അത് മോളി ഇരിപ്പുണ്ട്, നല്ല രീതിയിൽ കാണാനൊക്കെ പറ്റും.